ജൂലൈ 28 ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ലോകത്തെ മരണനിരക്കിന്റെ 7ാമത് പ്രധാന കാരണമായാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തത്തെ ലോകാരോഗ്യ സംഘടന അടയാളപ്പെടുത്തുന്നത്. ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് കരൾ. കരളിന്റെ ആരോഗ്യം തകരാറിലായാൽ അത് ശരീരത്തെ മൊത്തം ദോഷകരമായി ബാധിക്കും. കരളിനുണ്ടാകുന്ന വീക്കവും രോഗാവസ്ഥകളുമാണ് ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തമെന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് എന്നത് കരളിന്റെ വീക്കമാണ്. ഇത് പലപ്പോഴും വൈറൽ അണുബാധകൾ മൂലവും മദ്യപാനം, ചില മരുന്നുകൾ, സ്വയം രോഗപ്രതിരോധ രോഗങ്ങൾ തുടങ്ങിയ മറ്റ് ഘടകങ്ങൾ മൂലവും ഉണ്ടാകാറുണ്ട്. വൈറൽ ഹെപ്പറ്റൈറ്റിസിന്റെ പ്രധാന തരങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ എന്നിവയാണ്. ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചുള്ള അവബോധം വളർത്തുക, പ്രതിരോധം, പരിശോധന, ചികിത്സ എന്നിവ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യമിട്ടാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം വർഷം തോറും ആചരിക്കുന്നത്. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് 14 ദിവസം മുതൽ 42 ദിവസത്തിനുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ചെറിയ പനി, ക്ഷീണം, വിശപ്പില്ലായ്മ, ഓർക്കാനം, ഛർദി എന്നിവയാണ് പ്രാരംഭത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ. പിന്നീട് ശരീരത്തിലെ ബിലിറൂബിന്റെ അളവ് വർദ്ധിക്കുകയും കണ്ണിന്റെ വെള്ള, ത്വക്ക്, മൂത്രം എന്നിവയ്ക്ക് കടുത്ത മഞ്ഞ നിറം അനുഭവപ്പെടുകയും ചെയ്യും. ഛർദി, വിശപ്പില്ലായ്മ എന്നിവ ഉണ്ടാകുന്നതിന്റെ ഭാഗമായി രോഗിക്ക് കടുത്ത ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യാം. മഞ്ഞപ്പിത്തത്തിന്റെ തോത് കൂടുന്തോറും ലിവർ എൻസൈമുകളും ശരീരത്തിൽ വർദ്ധിക്കും. മഞ്ഞപ്പിത്തം കൂടുതൽ മാരകമാവുകയാണെങ്കിൽ അത് തലച്ചോറിനെ ബാധിക്കാം, കരളിനെയും ബാധിക്കാം. ഈ 2 കാരണങ്ങൾ കൊണ്ട് മരണം വരെ സംഭവിക്കാറുണ്ട്. ആയതിനാൽ മഞ്ഞപ്പിത്തത്തിന്റെ ചികിത്സയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ഹെപ്പറ്റൈറ്റിസ് രോഗത്തെ തടയുന്നതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹെപ്പറ്റൈറ്റിസ് എ, ബി എന്നിവയ്ക്ക് ഫലപ്രദമായ വാക്സിനുകൾ ലഭ്യമാണ്. വാക്സിനേഷനിലൂടെ അണുബാധ തടയാം. കുത്തിവയ്പ്പുകൾക്കായി പുതിയ അണുവിമുക്തമായ സൂചികൾ ഉപയോഗിക്കുക. ഇത് രക്തത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് വൈറസുകളായ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നിവ പകരുന്നത് തടയുന്നു. കൂടാതെ കുടിവെള്ളവും ഭക്ഷണവും ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക. ഇത് മലിനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പടരുന്ന ഹെപ്പറ്റൈറ്റിസ് എ, ഇ എന്നിവയുടെ സാധ്യത കുറയ്ക്കുന്നു. ഒപ്പം തന്നെ ഇടയ്ക്കിടെ കൈകൾ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഹെപ്പറ്റൈറ്റിസ് എ, ഇ എന്നിവ വരാതിരിക്കാൻ സഹായിക്കും.